ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നാളെ സ്കൂള്, കോളേജ്, ജോലിക്കൊക്കെ പോകേണ്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ്. കാരണം മറ്റൊന്നുമല്ല, നാളെ സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താലും ബന്ധുമാണ്. കാര്യം ആൾക്കാർ തെരുവിലോട്ടിറങ്ങി സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ബിഗ് ബോസ് സീസൺ 7ന്റെ 7ാമത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ടുള്ള ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ രേണു സുധീനെ പരസ്യമായിട്ട് വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ രേണു സുധീരുടെ ഒരുപാട് ചാവേറുകളുണ്ട്, PR ഉണ്ട്, ചിലവിന് കൊടുപ്പ് ടീംസ് ഉണ്ട്, ചോര കൊടുപ്പ് ടീംസ് ഉണ്ട്. ഇവരൊക്കെ ലാലേട്ടനെതിരെ സമരമായിട്ട് നാളെ റോഡിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നാളെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജോലി സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇത് എപ്പിസോഡ് 7ന്റെ ആണെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇത് റോസ്റ്റ് ചെയ്യുന്നത് ഞാനല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബുക്കും പേനയും കൊണ്ട് എഴുതി നിങ്ങൾ വെക്കുക. കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇന്ന് ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഊക്കുന്നത് എന്നുള്ളൊരു നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിടുക. കാര്യം ലാലേട്ടൻ്റെ നൂക്കുകളാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അമ്മാതിരി എല്ലാണത്തിനെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലോട്ട് നമുക്കൊന്ന് പോവാം. എടോ, ഇങ്ങനെന്ത് മനുഷ്യനാടോ, അറിയാൻ വല്ലതും ചോദിക്കുകയാണ്. അല്ലെങ്കിലും ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തി ഒരു മീശയും പിരിച്ച് വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് അതൊരു വികാരം തന്നെയാണ്. എൻ്റെ പൊന്നടാവേ, ഈ മനുഷ്യന് പ്രായമാവുന്നില്ലേ? എന്തൊരു ചാമാണ് കാണാനെ കൊണ്ട്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ, ചരിഞ്ഞ് തന്നെ പറയണം, നമ്മുടെ ലാലേട്ടൻ. എൻ്റെ പൊന്നടാവേ, ഭയങ്കരമായിരുന്നു കേട്ടോ. ഈ ഒരു വാക്ക് റിപ്പീറ്റ് അടിച്ച് കാണാനെ കൊണ്ട് നമുക്ക് തോന്നും. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഏഴിന്റെ പണിയെക്കുറിച്ചാണ്. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് ഇതിനെപ്പറ്റിയാണ് കൂടുതലും ചോദിക്കുന്നത്. അതെ, ലാലേട്ടൻ ഇപ്പോൾ എവിടെ പോയാലും ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയും, ഇത് വളരെ നല്ലൊരു ഇതാണ്, ഇതിനു വേണ്ടി എൻ്റെ എല്ലാ ഇതും ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ഇതും കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ പുറത്തോട്ട് ഇറക്കുമ്പോൾ നല്ല തെറിവിളിയാണ് സുഹൃത്തുക്കളെ. കാര്യം ലാലേട്ടനെ ഈ ഒരു ബിഗ് ബോസ് ഷോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്തോരം തെറിവിളി ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീക്കിൽ നടന്നേക്കുന്ന സകലമാന അപരാധങ്ങളും നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് തുടങ്ങിയിട്ടുള്ളത്. ആ അപരാധങ്ങളെല്ലാം കാണിച്ച ശേഷം രാവിലെ ആ ഒരു ഹൗസിൽ നടന്നേക്കുന്ന കാര്യങ്ങളോട്ട് നമുക്കൊന്ന് പോവാം. ബാത്റൂമിൽ പോവാൻ മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് ശരിയല്ല, കൃത്യമായിട്ട് പറഞ്ഞത് ബാത്റൂമിൽ ശരിയല്ല. അപ്പൊ അനീഷ് ഇവിടെ പറയുന്നത് ബാത്റൂമിൽ പോകാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ, ബ്രഷ് ചെയ്യാനെ കൊണ്ടുള്ള പെർമിഷൻ ഇല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, നമ്മൾ ഈ KSRTC സ്റ്റാൻഡിലൊക്കെ കംഫർട്ട് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കിന് നമ്മൾ 2 രൂപ കൊടുത്ത് അകത്ത് കയറിയിട്ടാണെങ്കിൽ ആ ചേട്ടനടുത്ത് ചോദിക്കുക, ചേട്ടാ 1 രൂപയും കൂടെ അവിടെ സാധിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എടി, ഇതിനകത്ത് കയറിയിട്ട് വേണമെങ്കിൽ അനുമോക്ക് ബ്രഷ് ചെയ്യുക. അപ്പൊ ഇയാൾ അറിയത്തില്ലല്ലോ, പുറത്തൊന്ന് ബ്രഷ് ചെയ്തതിന്റെ പേരല്ലേ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേക്കുന്നത്. ഒരു ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കണേ. ശരിയല്ല ചെയ്യണത്, ശരിയല്ല. അനുമോളെ, ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, ആവശ്യമില്ല ഞങ്ങളിങ്ങനെ ചിരിപ്പിക്കരുത്. അച്ചോടാ, ജയിലിനകത്ത് കിടങ്ങപ്പോഴും കൂട്ടണസ് ഇട്ട് മെഴുകാനെ കൊണ്ട് ഒരു കുറവില്ല കേട്ടോ. അവിടെ നെവിനാണെങ്കിൽ തേച്ച് കൊടുക്കുക. അനുമോൾക്കും ശരത്തിനുമുള്ള ആഹാരമാണ് ക്യാപ്റ്റൻ ഇത് അവർക്കായി നൽകുക. ഇതങ്ങനെ ഒരു അപരാധം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ക്യാപ്റ്റൻ ആണെങ്കിൽ അവർ കൊണ്ട് ഫുഡ് കൊടുക്കണം. ഇത് ഇയാൾക്ക് വായിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് എഴുതി കൊടുത്തേക്കുന്ന സാധനം, അത് വീണ്ടും അവരെ വായിച്ച് കേൾപ്പിക്കുക. എന്റെ എന്തെങ്കിലും സഹായം വേണോ? എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഇവിടെ ചോദിച്ച് വാങ്ങാണ് രാവിലെ ഓരോ ഊക്കുകൾ. പിന്നെ സഹായം വേണം, തീർച്ചയായിട്ടും വേണം. നിങ്ങൾ അവർ കഴിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ആ ഇഡലി ഇങ്ങനെ അതിനകത്തൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആണെങ്കിൽ പിടിച്ച് നിങ്ങളൊന്ന് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ നേരെ ഈ ഹൗസിനകത്തോട്ട് പോവാണ്. എന്നിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. വിചാരിക്കുന്ന പോലെയല്ല, ഏഴിന്റെ ഡബിൾ ഇരട്ടി പണി. വിചാരിച്ച പോലെയാണോ ഞങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തരേണ്ടത്? ഊക്ക് നമ്പർ 1 അത് ആദ്യം കൊടുക്കുന്ന ഷാനവാസിന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കളിക്കാനെ കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെല്ലാം കണ്ടിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയണം ലാലേട്ടൻ ഇവിടെ എത്ര ഊക്കാണ് ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നത് എന്നുള്ളത്. ഇഷ്ടമല്ല എന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സമ്മാനമുണ്ട്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും പണിപ്പോയി പോകാൻ ഇഷ്ടമല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ കൈവക്കാം. ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ കൈ വെക്കുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് വെക്ക്. പക്ഷെ പൊക്കും, ഒരു സമ്മാനം കൊടുക്കുന്ന ലാലേട്ടൻ പറഞ്ഞല്ലോ, പൊക്കി. മറ്റാരുമില്ല, നമ്മുടെ നെവിൻ തന്നെ. പിന്നെ സമ്മാനത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് ലാലേട്ട. ശരി, അപ്പോൾ ഒരു സമ്മാനം തരാം. ഇനി മേലാൽ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഒരു ഗെയിമിൽ. ഊക്ക് നമ്പർ 2 എഴുതി വെച്ചോളൂ. വെറുതെ ചോദിച്ചു വാങ്ങുകയാണ്. നെവിനെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ കുറെ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അങ്ങനെ വിളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ? സാബു, വിളിച്ചിരിക്കുക. ഒളിച്ചിരിക്കുന്നു. അല്ല, കഥ കാണാറില്ല. ഞാൻ കിച്ചണിലാണ് ഇത്രയും പേർക്ക് കുക്ക് ചെയ്യണ്ടേ. ആണോ? ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉനിയൽ സാബു. അടുത്ത ആഴ്ചയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു കിച്ചൺ ടിവിയിൽ നിന്ന് മാറി കഴിയുമ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ. ഒരു സ്ഥലം വളരെ പവിത്രമായ ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മൾ പരമാവധി മെയിൻറ്റെയിൻ ചെയ്തു പവിത്രമായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു. നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട്.
ഇതൊരു പരസ്യമായിട്ട് പച്ചയ്ക്ക് പിടിച്ച് ഊക്കിയതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒനിയൽ സാബു. സോ ഇതാണ് ഊക്ക് നമ്പർ 3. അത് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഒനിയൽ സാബു. എന്നിട്ട് ഇതുവരെ മനസ്സിലായി താങ്ക് യു എന്ന്. അല്ല മനസ്സിലായി, ഞങ്ങളെല്ലാം കാണുന്നുണ്ടോ താങ്ക് യു എന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു ഉള്ളി ഇട്ടോ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ആലു പൊറോട്ടയിൽ ഒനിയൽ പറഞ്ഞു വേണ്ട ഇടൂല, നീ പറയുന്നത് കേൾക്കൂല അങ്ങനെയൊക്കെ. ഓ ഇതായിരുന്നു മറ്റേ ഒനിയൽ സാബുമായിട്ട് കഴിഞ്ഞ ദിവസം ഇവര് രന ഫാത്തിമയും കൂടെ അടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ സാധനം ഇടാൻ പറഞ്ഞു, അത് ഇട്ടില്ല, നീ പറഞ്ഞു ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ടു മെനി കുക്സ് സ്പോയിൽ ദ സൂപ്പ്. അതൊരു ഫ്രേസ് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ജിസേലും സോമനിയൊന്നും ഇല്ലല്ലോ. അല്ല ജിസേലും ഊക്ക് നമ്പർ 4 ഇതാണ് ലാലേട്ടൻ നാണെങ്കിൽ നമ്മുടെ ഒനിയൽ സാബുവിന് അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒനിയൽ സാബു അതിന്റെ ന്യായീകരണം പറഞ്ഞാണ് കേട്ടോ ഇത്. എനിക്കാണ് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് മാറി ഞങ്ങൾക്കാണ് തോന്നിയത്. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നേരെ അവരുടെ ചോദിക്കുകയാണ്, ഇവിടെ നമ്മുടെ അപ്പാനി ശരത്തിനും അക്ബർ ഖാനും ഇടയിലാണെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പിസമായിട്ടാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് കളിക്കുന്നത്. അപ്പോൾ നേരെ അനിമോളുടെ അടുത്ത് ചോദിക്കുകയാണ്, അനിമോളെ എന്താണ് ഇങ്ങനെയാണോ കാര്യങ്ങൾ, അപ്പം നിങ്ങൾ എന്താണ് ഇവരുടെ കാര്യത്തിൽ ഗ്രൂപ്പിസം ആണോ എന്താണെന്നൊക്കെ അനിമോളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഇത് അനിമോള് പറയുന്ന നല്ല ലേട്ടാ ഇവരാണ് ഗ്രൂപ്പിസം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ തിരിച്ച് ഈ അപ്പാനി ശരത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, നിങ്ങൾ കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ ആണ് നമ്മൾ ഇങ്ങനെ മാറി നടക്കുന്നത് അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ ആ കൂട്ടത്തിൽ വരുന്നില്ല അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ശരിക്കും അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ ആൾക്കാരും സംസാരിക്കാറുണ്ട്, എല്ലാ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്. അതായത് അപ്പാനി ശരത്തും അക്ബർ ഖാനോടാണെങ്കിലാണ് ആക്ച്വലി അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ബാക്കി അനിമോളും ടീംസും ഒക്കെയാണ് അവർ ഗ്രൂപ്പായിട്ട് നടക്കുന്നത്. അവർ ഗ്രൂപ്പായിട്ട് നടക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് അല്ലാത്ത നമ്മളെ ഗ്രൂപ്പായിട്ട് തോന്നുന്നത് അവരുടെ ഒരു ഗ്രൂപ്പിസം കൊണ്ട് തോന്നുന്ന ഒരു ഗ്രൂപ്പിസമാണ് ലാലേട്ട എന്നുള്ളൊരു ഗ്രൂപ്പിസത്തെ കുറിച്ചിട്ടാണ് ഇവരുടെ ഗ്രൂപ്പിസം വെച്ചിട്ട് ഇവർ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. ഒന്നും മനസ്സിലായില്ലല്ലേ? എനിക്ക് മനസ്സിലായില്ല. കുറേ നേരം ഇരുന്നത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവർ എന്താ ഉദ്ദേശിക്കുന്നുള്ളൊരു മൂളെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഇനി ഇത് കഴിഞ്ഞിട്ടായിരുന്നു ലാലേട്ടൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞ് ബ്രേക്കിന് പോയി തിരിച്ചു വന്നിട്ട് നമ്മുടെ ഈ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല ഇവർക്ക്, മറ്റേ കയ്യിൽ ബാൻഡ് കിട്ടാനൊക്കെ ഉണ്ടുള്ള ആ ടാസ്കിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. ഈ ബാൻഡ് കിട്ടിയേക്കുന്ന ആരുടെയൊക്കെ കയ്യിലാണെന്ന് ചോദിക്കുന്നു. അത് ചോദിച്ചതിന് ശേഷം അതിന് പിന്നീട് ആരുടെയൊക്കെ കയ്യിലോട്ട് മാറി പോയി എന്നുള്ളൊരു കാര്യം ഒരു ബോർഡ് വെച്ചിട്ടാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആരോ കൊടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടായിരുന്നു പിന്നീട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബാത്റൂമിലായിരുന്നു. ഞാൻ ചിലപ്പം ഇതിന്റെ അകത്ത് വെച്ച് ഈ മൈക്കിന്റെ അത് അക്ബർ കട്ടിട്ട് പോയി. അക്ബർ കട്ടിട്ട് പോയി. നമ്മുടെ ജിസലിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് പോയത്, എന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ബാൻഡ്. അപ്പോൾ പറഞ്ഞാണ് അക്ബർ കട്ടുകൊണ്ട് പോയത്. നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു ഡിബേറ്റിന്റെ ഇടയ്ക്കാണെങ്കിൽ സംസാരിക്കൊന്നും പറ്റാഞ്ഞിട്ട് പോയേക്കുന്ന ഒരു സാധനമാണെന്നുള്ളത്. പക്ഷേ കട്ടുകൊണ്ട് പോയി എന്നുള്ളത്, അതും അക്ബർ. പക്ഷെ ആ സാധനം ഇപ്പൊ ഇരിക്കുന്ന ഡെയിലി നെവിന്റെ കയ്യിൽ. ഞാൻ മറന്നു പോയില്ല ലേട്ടാ. കൊടുക്കണമെന്നല്ലേ കൊണ്ടുവന്നു, അതെല്ലാം കൊടുത്തിരുന്നോ? കൊടുത്ത് കള്ളം പറയുവാണ്. എങ്ങനെ സാധിക്കുന്നത്? ഹിന്ദിക്കാരി ഹേത്തോടെ മുഷ്കിൽ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കള്ളം പറയുന്ന പച്ച കള്ളിയാന്നേ. ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കത്തില്ല, ബാൻഡ് അങ്ങോട്ട് കൈമാറുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ. പറ്റൂലെന്ന്. ആദ്യം അത്ര കൊടുത്തില്ല. സെക്കൻഡ് അതിലെ 2-3 സൺസ്ക്രീൻ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം അത്ര കൊടുത്തില്ലെന്ന്. അതെന്തുവാ അത്ര? നമുക്ക് ജിസേലിന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? വേണ്ട, നിങ്ങളുടെ തല്ല ചോദിച്ചേ. ഇതാണ് അടുത്ത ഊക്ക്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, അവിടെ ഇരിമോളെ നിനക്ക് സമയമാകുമ്പോൾ ഞാൻ പറയാം. വെറുതെ ചോദിച്ചു വാങ്ങാണ്. ഇനി കൊടുക്കുന്ന പണിഷ്മെന്റ് നിങ്ങളൊന്ന് കണ്ടോ? കയ്യിലിരിക്കുന്നതെല്ലാം ഇരിക്കട്ടെ. ഈ ജിസേലിന്റെ ഈ സൂട്ട് കേസ് തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഞങ്ങളിത് തിരിച്ച് അയക്കുകയാണ്. നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഗെയിം കളിക്കാം. എൻ്റെ പൊന്നടാവേ, ഒരു മേക്കപ്പ് സെറ്റിന്റെ ഒരു സാധനം കൈ വെച്ചപ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു പരിപാടിയാണ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായി. ഇനി എന്താണെങ്കിലും ബിഗ് ബോസിന്റെ പല റൂളുകളാണെങ്കിലും ഇവരെ ഭയങ്കര കാര്യമാക്കാതാണെങ്കിലും ഈ സില്ലി ആയിട്ട് കണ്ടിട്ട് തെറ്റിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിന്റെ എക്സ്ട്രീം ലെവൽ ഓഫ് പണിഷ്മെന്റ് കൊടുക്കുക. കാര്യം ജിസലിന് ഈ ഒരു മേക്കപ്പ് സെറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണത പോലും ചിലപ്പോൾ ജിസലിന് തോന്നിപ്പോകും. കാര്യം അതുപോലെയാണ് ഈ പറയുന്ന വെള്ളവും വെളിച്ചോ ഭക്ഷണവും ഇല്ലാതെ ജിസൽ ജീവിച്ചു തരും. പക്ഷെ മേക്കപ്പ് സെറ്റ് ഇല്ലാതെ ജിസലിന് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് തിരിച്ചയക്കാന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതിനുശേഷം ലാലേട്ടൻ ആണെങ്കിൽ ആ ഒരു പുകഞ്ഞ പുള്ളി പുറത്തെന്നുള്ള ആ ഒരു ടാസ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനും മാത്രമൊന്നും ഇല്ല, ജസ്റ്റ് നോർമലി സംസാരിച്ച് അവരങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ ഹെൽത്ത് കണ്ടീഷന് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഫിസിക്കൽ ടാസ്കിലൊക്കെ ആണെങ്കിൽ ഷാനവാസിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഷാനവാസ് ഓക്കെ എന്ന് പറയുകയും പിന്നീട് ഷാനവാസിന്റെ വീട്ടുകാരെ കൊണ്ട് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയും അങ്ങനെ വീട്ടുകാരുമായിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ ഷാനവാസ് സംസാരിക്കുകയും എന്നിട്ട് ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയാണ്, ഇനി മുന്നോട്ടുള്ള ഫിസിക്കൽ ടാസ്ക് ഒക്കെ ചെയ്യാനെ കൊണ്ട് പരിപൂർണ്ണ സമ്മതമാണ്, സെറ്റാണ്, ഫിറ്റാണെന്നുള്ള കാര്യങ്ങൾ ഷാനവാസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിന്റെ അടുത്താണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ കുറച്ച് വാമപ്പൊക്കെ ആൾക്കാർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി നമുക്ക് കേൾക്കാം. ഇതൊക്കെ വാമപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളല്ലേ? ഞാൻ ചെയ്യും. അപ്പൊ ഇതുവരെ വന്നിട്ട് ചെയ്തോ എന്തെങ്കിലും? ഇല്ല, ഒന്നും ചെയ്തില്ല ലാലേട്ടാ. അയ്യോ, ഒന്നും ഞാൻ ചെയ്തില്ല ലാലേട്ടാ. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചേട്ടായിക്ക് ഭയങ്കര വികാരമാന്നേ. എന്തിനാണ് ഇത്രയും വികാരം കൊടുക്കുന്നത്? അല്ല ചേട്ടാ ലാലേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ലാലേട്ടാ.
ഇന്ന് നടിയത് ഒരു നല്ലൊരു ജിൽജിൽ പാട്ടിട്ട് പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരാം. ഉള്ള സൗകര്യത്തിൽ ഇത് ചെയ്താൽ അടുത്തത് ഉള്ള സൗകര്യം ചെയ്യാനുള്ള വേണ്ട, നിനക്ക് ഞാൻ കുറേ സൗകര്യം കൊണ്ട് ഉണ്ടാക്കി തരാടാ ഞാൻ നിനക്ക്. ജിൽജിൽ പാട്ടുള്ളെങ്കിൽ അവന് പറ്റുള്ളൂ. എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഈ ജിൽജിൽ പാട്ടിട്ടിട്ട് ഒരു ഡെമോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഡെമോ നിങ്ങളൊന്ന് കണ്ടോ. ഓക്കെ 1 2 3 4 and 5 6 7 ജിൽജിൽ. ഓക്കെ, ഇതെന്ത് തൈര്? ഇത് കഴിഞ്ഞിട്ട് കളരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ വിരളി കിടന്ന് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീക്ക്ലി ടാസ്കിനെ പറ്റിയിട്ട് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവർക്ക് ആ ഒരു പേരിടിയിൽ ചടങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര വിവാദപരമായിട്ടുള്ള വിധവാ കാർഡും റേഷൻ കാർഡും ATM കാർഡും നമ്മുടെ രേണുസുതി ഇറക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേരിടിയിൽ ചടങ്ങ് മറ്റേ സെപ്റ്റി ടാങ്ക് അക്ബർ ഖാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ട സംസാരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം അനീഷിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അനീഷിനും അതേപോലത്തെ ഒരു പേരാണല്ലോ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, എഫി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ട സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. പല കാരണങ്ങളുണ്ട്. അല്ല, അത് ശരത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നാൽ പിന്നെ കാര്യം ചെയ്യോ, ശരത് സംസാരിക്കും. സോറി ആൾട്ടോ. അടുത്ത ഊക്ക് അപ്പാനിശരത്ത് വെറുതെ ചോദിച്ചു വാങ്ങണം. വല്ല കാര്യമുണ്ടോ? സ്മാർട്ട് ആവാം, പക്ഷെ ഓവർ സ്മാർട്ട്നെസ് അങ്ങനെ കാണിക്കരുത് കേട്ടോ. എന്താ പേര് ജിസൈൽ? എനിക്ക് കിട്ടിയില്ല. എന്താ ആരും എന്റെ പേരെടുത്തില്ലായിരുന്നു. അച്ചുടാ, അതെന്താ ആരും എൻ്റെ പേരെടുക്കാഞ്ഞേ? അതെന്താ കുട്ടാ? നമുക്ക് എന്തായാലും നമുക്ക് ജിസിലിനാണെങ്കിൽ എന്തായാലും ലാലേട്ടൻ ഇവിടെ ഒരു പേരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി. അച്ചോടാ, പുഷ്പിക്കാനൊക്കെ ഇറങ്ങിയേക്ക. ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി. ഓ കൂട്ടും ബബ്ബി എന്നൂടെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ജിസേലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി ക്വീൻ. അപ്പോൾ ഒരു അയൺ ലേഡി എന്നൊക്കെ പറയാം. അയൺ ലേഡിയോ? എവിടം കൊണ്ട്? ഓ, ഞാൻ മറ്റേ ഗുണ്ടിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും അയൺ ലേഡി ആണെന്ന് പറഞ്ഞത്. റെനോ ബ്യൂട്ടി പാർലർ. ഈ സീന് രേണുസുതി തൂക്കി കേട്ടോ. കാര്യം അമ്മാതിരി സാധനം തന്നെയായിരുന്നു ഇവിടെ അടിച്ചത്. കറക്റ്റ് പേരെ ഇട്ട് കൊടുത്തേക്കുന്നത് ബ്യൂട്ടി പാർലറിന്. ഇത് കഴിഞ്ഞിട്ട് അക്ബർ ഖാൻ തനിക്കിട്ടിട്ടുള്ള ആ ഒരു സെപ്റ്റി ടാങ്ക് ആ ഒരു പേരിനെ പറ്റിയിട്ട് രേണുസുതി എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് രേണുവിന് പറയാനുള്ളത്? ചമ്മിപ്പോയില്ല കേട്ടോ അത് കേട്ടപ്പോൾ എല്ലാവരും മുന്നിൽ. വേറെ പേരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചമ്മി നാറി ഉരുകിപ്പോയി പറയുന്നത്. അതെന്തോ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലല്ലേ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ചമ്മിപ്പോയില്ല കേട്ടോ അത് കേട്ടപ്പോൾ എല്ലാവരും മുന്നിൽ. വേറെ പേരല്ലേട്ടോ അത് കേട്ടപ്പോൾ എല്ലാവരും മുന്നിൽ. ഓ, എക്സ്പ്രഷൻ ചേഞ്ച് അത് ഭയങ്കരമാണ് കേട്ടോ. അത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാര്യം ഈ സെക്കൻഡിനുള്ളിലാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രഷൻ മാറ്റാൻ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ. പിന്നെ അന്നത്തെ രേണുസുതിക്കാണെങ്കിൽ അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തില്ല, നമ്മൾ ഒരിക്കലും യോജിച്ചിട്ടില്ല. കാര്യം അത് ഇച്ചിരി കൂടിപ്പോയൊരു കാര്യം തന്നെയാണ് അക്ബർ ഖാൻ ചെയ്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, അതാണ് അക്ബറിനുള്ള ശിക്ഷ. ഇതൊരുമാതിരി ഒടിയാത്ത കമ്പെ പറയാത്ത വള്ളി കിട്ടുമെന്ന് പറയുന്ന പോലെ ഇതിലും ഭേദം വല്ല ട്രെയിനിൽ പോയി തലവെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതും നല്ല പേര് കേൾപ്പിക്കണം. രേണുസുതിയുടെ കയ്യിൽ നിന്ന് സഹായിച്ച ആൾക്കാരെ, വീട് വെച്ച ആൾക്കാരുടെ പോലും തന്തയ്ക്ക് വിളിച്ച രേണുസുതിനെ കുറിച്ചിട്ട് നല്ലത് പറയിപ്പിക്കാൻ. വ്യാമോഹമാണ് ലാലേട്ട, വ്യാമോഹം. എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ആദില നൂറയാണെങ്കിൽ അനീഷിന് എഫി എന്ന് പറഞ്ഞിട്ടുള്ള പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചിട്ട് ലാലേട്ട പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞത്? അത് പറയുകയും പിന്നെ അതിന്റെ ഡീറ്റെയിലിംഗ് വരെ കൊടുത്തു. അതിന്റെ ഡീറ്റെയിലിംഗ് വരെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിക്കില്ല ലാലേട്ടാ, ഈ വാ കൊണ്ടല്ലേ പിള്ളേരെ നിങ്ങൾ ചോറിടുന്നെന്നുള്ളത്. എങ്ങനെ ഈ ഈ വർത്താനങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് ചോദിക്കില്ല ലാലേട്ടാ. നമ്മൾ ഈ ഒരു പുതിയ സംസ്കാരത്തില് അതായത് ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കും. പക്ഷെ അത് സത്യമാണ് കേട്ടോ. അത് ഹോസ്പിറ്റൽസിലും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഷിറ്റ് ഫീവർ, ഐ മീൻ മലമ്പനി. പനി ഉപയോഗിക്കുന്ന ഭാഷയും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും. അതായത് നമുക്ക് എല്ലാവരും ഇടാപോടാ എന്നൊക്കെ വിളിക്കാം. അതൊക്കെ നമ്മുടെ പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ. പനി മാത്രമല്ല ലാലേട്ടാ, അവിടെ ഉള്ള എല്ലാം ഇങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടി വാടി പോടി പോടാ എന്നൊക്കെയാണ് അവർ വിളിച്ചുകൊണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും, ബിഗ് ബോസിൽ നിന്ന് വീട്ടിൽ ഞാൻ പോട്ടെ എന്നൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ കുറെ ഇച്ചിമുള്ള ടീംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെ സംസാരിക്കണം. അപ്പൊ ഇനി എന്നിട്ട് നടക്കാം. നല്ല പേരല്ലേ ഇവർക്ക്? ആ ചെല്ലപ്പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക്. അതിനകത്തുനിന്ന് അനീഷിന്, ആദില നൂറ, അനിമോക്കാണെങ്കിൽ അവർക്ക് കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണെങ്കിൽ ആ പേരിലാണെങ്കിൽ ഈ മൈക്ക് സെറ്റ് ഈ റൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അനീഷിന് മുള്ളമ്പതി എന്നുള്ള സാധനം ഇട്ട് കൊടുത്തിട്ടേ ഉള്ള. അത് കഴിഞ്ഞിട്ട് അവിടെ ലാലേട്ടൻ പറയുന്നത് കേൾക്കണം. ഇത്രയും അനീഷിന് വേണ്ടിയിട്ട് സംസാരിച്ച് അനീഷിന് ഇച്ചിരി ബൂസ്റ്റപ്പ് ചെയ്തേക്കുന്ന ലാലേട്ടനാണ് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഊക്കൂടെ നിങ്ങൾ നോക്കും. ഇതിനെയാണ് ഇണക്കത്തിൽ കൊണയ്ക്കാന്ന് പറയുന്നത്. ഇതാക്കി കേട്ടോ. എല്ലാം നല്ല പേര്. ചെറിയ പക്ഷി അല്ലെ, ചിത്രശലഭം അല്ലെങ്കിൽ ഒരു മുള്ളംപന്നി, ഒരു പാവക്കുട്ടിയൊക്കെ ചിത്രശലഭത്തിനോട് ചേർത്ത് നിർത്താൻ പറ്റിയ പേരാണ് മുള്ളംപന്നി. അടിപൊളിയായിട്ടുണ്ട്. ഇത് അങ്ങനെ അധികം ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഷാനവാസിന് കത്തിയിട്ടുണ്ട്. ഷാനവാസ് പറഞ്ഞു അതെ മുള്ളംപന്തിക്ക് പന്നിയുടേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണ്ട അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓക്കെ ആണല്ലോ. എന്തൊക്കെയാണോ അത്? ഇപ്പൊ ഷേവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ആർക്കും. ഒരു കാര്യം ചെയ്യാം, 100 ദിവസമൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഷേവ് ചെയ്യാം. എന്തായാലും ഒരു 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് കുറച്ച് മുനിമാരെ സ്വാമിമാരെയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വേറൊരു ഡ്രാമ ഇതിനകത്ത് നടക്കുന്നത്. അതായത് കുറച്ച് ആൾക്കാർ, ഒരുപറ്റം ആൾക്കാരെ പുറത്തുനിന്ന് അകത്തോട്ട് കയറ്റിയിട്ടാണെങ്കിൽ ഒരു സെർച്ചിങ് നടത്തുകയാണ്.
ഒരു മൊബൈൽ ഫോൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നുള്ളത്. കാര്യം അതിലൊരാളാണെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ പ്രാവശ്യത്തെ എവിക്ഷനിൽ ഗൈസ് ഞങ്ങളെല്ലാവരും ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനാണെങ്കിൽ എവിക്ഷന് വന്നിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിനോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ നിങ്ങൾക്ക് അറിയാമല്ലോ, പേര് പറയാൻ പാടില്ല, പേര് പറഞ്ഞാൽ കേരളം നിന്ന് കത്തും. എന്താണെങ്കിലും നമുക്ക് ബാക്കി കൂടെ കാണാം. പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിൽ എങ്കിലും ഇല്ലാതെ ഇരിക്കട്ടെ. പ്രതീക്ഷയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല. കേട്ടല്ലോ, പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാരില്ല. ഇത് പറഞ്ഞേക്കുന്നത് ലാലേട്ടനായിരുന്നു. ഓക്കെ, നമ്മുടെ രേണുസുതി പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഐ മീൻ നേരത്തെ തന്നെ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എൻ്റെ ലാലേട്ട, നിങ്ങളിനി അനുഭവിക്കാൻ പോകുന്ന സൈബർ അറ്റാക്ക് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചു. എന്തായാലും രേണുസർ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. വീട്ടിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലി സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ബുദ്ധിമതിയാ, 10 തലയാ തനി രാവണത്തി. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അല്ല 2-3 ആഴ്ച കൊണ്ട് എൻ്റെ ഞാൻ ഇടവേണമെങ്കിൽ ലാലേട്ടാ, ബാക്കിയുള്ള ആൾക്കാരെ ഊക്കുന്ന പോലല്ല, ഇതൊന്ന് പേടിക്കണം, ഇച്ചിരി സൂക്ഷിക്കണം. കാര്യം സോഷ്യൽ മീഡിയ ഇറിറ്റേഷനാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തിനെ പറ്റി നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ഇത്രയും വലിയൊരു കലാകാരി, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ ലാലേട്ട നിങ്ങളൊന്നുമല്ല. നിങ്ങളവിടെ തലയുയർത്തി മുഖത്തോട്ട് നോക്കാൻ പോലെയുള്ള ഒരു യോഗ്യത ലാലേട്ടനില്ല. അത് ലാലേട്ട മനസ്സിലാക്കുക. ഓക്കെ, കേരളത്തിലുള്ള ഒരു മനുഷ്യർക്കും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേരളം കത്തും. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഫസ്റ്റ് എന്തായാലും വരുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ അതെന്താ പറ്റി ഉറപ്പ് വരാൻ? അറിയില്ല ലാലേട്ട, അങ്ങനെ തോന്നി വരുമെന്ന്. ഉറപ്പൊരു കാര്യം എന്തുവാ, ഹൗസിന് പുറത്ത് വന്ന അമ്മതിരി അപരാധങ്ങളെല്ലാം കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹൗസിനകത്തോട്ട് കയറുമ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള രേണുസുതിക്ക് തോന്നിക്കാണും. ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങൾ കളിക്കണം, ജയിക്കണം. അതാണ് ലാലേട്ട, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ കുറച്ച് രേണുസുതിയുടെ PR ടീംസ് കുറച്ച് ആൾക്കാരുണ്ട്. ഇവരിപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് രേണുസുതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പേരെന്തെങ്കിലും വെച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തെന്നിരിക്കട്ടെ, നെഗ് വല്ലതും ആണെന്ന് അവർക്ക് തുടക്കത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് നേരെ PR ടീം വന്നിട്ട് കുറേ കമൻസ്, കുറേ സാധനങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ചാനൽസിനാണെങ്കിൽ മാസീവായിട്ട് റിപ്പോർട്ട് അടിക്കുക. ഈ റിപ്പോർട്ട് അടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വളരെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സോട്ട് മാത്രമേ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയി പോകുന്ന രീതിയിലുള്ളൊരു അവസ്ഥയിലോട്ട് എത്തും. അത് കുറച്ച് കഴിഞ്ഞിട്ടേ മാറുകയുള്ളൂ, കുറച്ച് ദിവസങ്ങളെടുക്കും. പക്ഷെ ആ രീതിയിലോട്ട് അടിച്ചു താഴ്ത്തി അതിനെപ്പറ്റി ആരും സംസാരിക്കരുത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ രേണുവിൻ്റെ PR ടീംസ് കുറച്ച് ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലാലേട്ടാ പറഞ്ഞു കൊടുത്തത് വളരെ നന്നായി. ഈ ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണ് കാണിക്കുന്നത്. ഇത് കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഈ ഷോയോടുള്ള ഒരു അനീതിയാണ് രേണുസുതി കാണിക്കുക എന്ന് വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാലേട്ടനെ പൊങ്കാലയിടാൻ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? ലാലേട്ടനോട് ഇപ്പോൾ ആൾക്കാർ അത് ചോദിക്കും. എന്നാൽ ലാലേട്ടാ നിങ്ങളെന്നാൽ പോയി ചിലവിന് കൊടുക്കുക ലാലേട്ടാന്ന് പറയും. ലാലേട്ടാ നിങ്ങൾക്ക് ചിലവ് കൊടുക്കാൻ വല്ല പൈസ വല്ലതും ഉണ്ടോ? ചിക്കിൽ വല്ലതും കിട്ടുന്നുണ്ടോ? ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന മൊത്തം ചിലവ് കൊടുക്കാനേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ ആണെങ്കിൽ ഇച്ചിരി കള്ളത്തരം കാണിച്ചല്ലോ. അയ്യപ്പൻ കുയ്യപ്പൻ ഞാനക്കള്ളൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ ആണെങ്കിൽ നമ്മുടെ ആര്യൻ കത്തൂരിയുടെ ആണെങ്കിൽ ഈ കയ്യിലെ ബാൻഡ് ആണെങ്കിൽ അടിച്ചു മാറ്റി ഇസ്കി എടുത്തിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ മോഷണം നടത്തിയല്ലോ. പിന്നെ ആണെങ്കിൽ മറ്റേ ആ കല്ലിൻ്റെ സാധനമൊക്കെ മോഷണം നടത്തിയല്ലോ. ഇതിന്റെ വീഡിയോസ് ഒക്കെ ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഴിമന്തി. അപ്പം ആ ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ കുഴിമന്തി തന്നെ വേണമെന്നാണ് നമ്മുടെ നെവിൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുഴിമാന്തി കൊടുത്തോ ലാലേട്ടാ? ഒരു ഷൂ തന്നാൽ മതിയോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോറൂമിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഷൂ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കാം. ഷോറൂമിൽ അദ്ദേഹത്തിന്റെ ഒരു ഷൂ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെ ലാലേട്ടൻ പാലിച്ചിട്ടുണ്ട്. കാര്യം ഒരൊറ്റ ഷൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കൊടുത്തേക്കുന്നത് എന്താണെന്നറിയാവോ? മറ്റേ ഹീലിന്റെ മറ്റേ കൊമ്പുള്ള സാധനം ഉണ്ടല്ലോ, അടിയിലോട്ട് കൊമ്പുള്ള സാധനം, അതാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ നെവിനാണെങ്കിൽ മറ്റേ ഇവരുടെ സെപ്പറേറ്റ് പ്രൊമോ ഉണ്ടല്ലോ, ഇവരുടെ തന്നെ സെൽഫ് പ്രൊമോ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ തന്നെ, അതിനകത്ത് പറയുന്നുണ്ട് ഹൗസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കിച്ചനകത്ത് ഈ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്നിരിക്കും. അപ്പം ഇത് ഒരൊറ്റ ചെരുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിട്ടിട്ട് ഇങ്ങനെ 8-10 8-10 8-10 ഇങ്ങനെ ആയിരിക്കും അതിനകത്ത് നടക്കാൻ പോകുന്നത്. എന്തൊക്കെ കാണണം ഇവിടെ. ഇത് കഴിഞ്ഞിട്ടാണ് ഹൗസിൽ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഇത്രത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെന്തൊക്കെ ചെയ്താലും എനിക്ക് നോ പ്രോബ്ലം ലാലേട്ടാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് പക്ഷേ കുറച്ച് നൈസായിരുന്നു കേട്ടോ അനീഷ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത്രയും ആൾക്കാരെ വെറുപ്പിച്ചിട്ട് അവിടെ അനീഷിന് മാത്രം ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഇവിടെ അനീഷ് പറഞ്ഞിട്ടില്ലേ? സത്യമല്ലേ അനീഷ് പറഞ്ഞത്? കാര്യം അനീഷ് എന്താണോ ഉദ്ദേശിച്ചത്, അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, മാക്സിമം അവരെ വെറുപ്പിക്കുക, അവരിൽ നിന്നും ബാക്കി ഇങ്ങോട്ടുള്ള അറ്റാക്ക് വാങ്ങുക,
എന്നിട്ട് നൈസായിട്ട് തൻ്റെ രീതിയിൽ മിണ്ടാതെ പോവുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു പുള്ളി കണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റ് വീക്കിൽ. അത് കൃത്യമായിട്ട് ചെയ്തു. അയാളപ്പോൾ ഹാപ്പി അല്ലേ? ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കാണിച്ചേക്കുന്ന മര്യാദകേടാ. പുറത്താണെങ്കിൽ നല്ല സിംഗിൾ കിട്ടേണ്ട പരിപാടി, 2-3 സിംഗിൾ കിട്ടേണ്ട പരിപാടി തന്നെയാണ്. എന്നാലും അതിനകത്ത് പുള്ളി ചെയ്തേക്കുന്ന കാര്യം കൃത്യമായിട്ട് അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രത്തോളം നമ്മളെല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പം അയാൾ ഹാപ്പി തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള ആരും ഹാപ്പി അല്ല. അതിനെ പറ്റി കേൾക്കാം. ഇത് ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പേര് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റിന്റെയും വിഷമിപ്പിച്ച ഒരാളാണ് ഈ അനീഷ് എന്ന് പറയുന്നത്. പുള്ളി എങ്ങനെ ഈ ഹാപ്പി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ചോടാ കുണുവാവെ അങ്ങനെ മിണ്ടല്ലേ. കുണുവാവ എന്തോ ഇവിടെ ചെയ്തോണ്ടിരുന്നത്? തൊട്ടാനും പിടിച്ചതിനല്ല ആവശ്യമില്ലാതെ അങ്ങ് വലിച്ചു കീറല്ലേ, അങ്ങ് തൊണ്ട പൊട്ടിക്കുക അങ്ങ്. ഇവിടെ ഒരു സീസൺ ഈ ഡോക്ടർ റോബിൻ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് റിപ്പീറ്റേഷനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ ഒരു കഴിഞ്ഞ സീസണിൻ്റെ ആണെങ്കിൽ ആ ഒരു ഷോ ഡയറക്ടർ ഉണ്ടായിരുന്നില്ല ഹാഫിസ്, പുള്ളിയുടെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിയും പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ എന്നത് ചെയ്തപ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ ആൾക്കാരും ചെയ്തപ്പോൾ അതിനൊരു റിപ്പീറ്റേഷൻ അടിച്ചു തുടങ്ങി. ആ റിപ്പീറ്റേഷൻ മാത്രമാണ് ഇവിടെ അഭിശ്രീ ചെയ്യുന്നത്. വിഷമിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഇല്ല അങ്ങനെയല്ല, അങ്ങനെയല്ലോ, ഇതൊരു ഗെയിമല്ലേ. അപ്പൊ ആ ഗെയിമിനെ ഒരാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ കരയല്ല വേണ്ടത്. ചോദിക്കില്ല അങ്ങോട്ട്. മറ്റേ കുണുവാവയുടെ കൂട്ടാണെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇച്ചുമുള്ളി പറയുക, എന്നെ വഴക്കുണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും നോക്കൂ എന്നുള്ള വഴക്കാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓർഗാനിക്കായിട്ട് ഒരു ഒറ്റ വഴക്ക് പോലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യം. സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. ഇനിയിപ്പോൾ ആണെങ്കിലും എടുത്താൽ നമ്മൾ വരുന്ന ഗെയിമേഴ്സ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് വന്നാലേ ഉള്ളൂ. അത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അത് ബിഗ് ബോസ് തന്നെ ആദ്യമേ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തൊരു ഊക്കായിരുന്നു. രാവിലെ നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ വന്നപ്പോൾ തന്നെ ഓഡിഷനിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചതാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. അപ്പം അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളുടെ പെർഫോമൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ആണോ എന്ന് ഞങ്ങൾ ബിഗ് ബോസിന് തോന്നിപ്പോവാണ്, ബിഗ് ബോസ് ടീമിന് തോന്നിപ്പോവാന്ന് ബിഗ് ബോസ് വരെ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെ ഡ്രാമയോടെ കാണിക്കണേ. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 20 പേരും ഹാപ്പിയാന്ന് മാത്രം പറയല്ലേ അനുമോളെ. കഴിഞ്ഞ ദിവസം കൂടെ ഷമ്മി കളിച്ചതേ ഉള്ളൂ. ഷമ്മി ഹീറോ. മറ്റേ ഭിത്തിയിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ച് നിന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം, എന്നെ അവരിങ്ങനെ വഴക്ക് പറഞ്ഞു, ഞാൻ മിണ്ടൂല, ഞാൻ കട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടാനും പിടിച്ചതിനെല്ലാം കരഞ്ഞു മെഴുകുന്ന ഒരു കരച്ചിലോളിയാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണിത്. വീട്ടിൽ പോണോ വീട്ടിൽ പോണെന്ന് പറയുന്ന കേട്ടല്ലോ. പറഞ്ഞു. വെറുതെ പറയണോ അതോ? അല്ല, ഹോസ്റ്റലിലൊന്നും അധികം അങ്ങനെ നിന്നിട്ടില്ലേ. ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും. ലാലേട്ടാ വെറുതെ പറഞ്ഞാണ്. ഞാനെങ്ങനെ പലതും പറയും. എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്തും പറയും. സഹായിച്ചവരുടെ തന്തയ്ക്കവരെ വിളിച്ചിരിക്കും. അത് ലാലേട്ടൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹോസ്റ്റലിൽ പോലും നിൽക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വിട്ട് മാറിയതുകൊണ്ടാണ്. രേണുസുതി അറിയാലോ, കഴിഞ്ഞ ദിവസം ആണെങ്കിൽ എൻ്റെ കിച്ചു എനിക്ക് ബാത്റൂമിൽ പോയി കരയാൻ പറ്റത്തില്ല, കാര്യം അതിനകത്തൊക്കെ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒത്ത് കരയുന്നേ എന്നാൽ ക്യാമറയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ടാണ് ഈ കരയുന്നത്. എൻ്റെ പൊന്നിടാവേ എന്നാ നാടകമാണ് ഇതൊക്കെ. സ്വയമേ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമല്ല. അവിടെ പക്ഷേ സംസാരിക്കണം, ആൾക്കാരെയൊക്കെ കേൾപ്പിക്കണം. ഓക്കെ അവിടെ നമ്മൾ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ കരച്ചിലിന് ഒരു ജെന്യൂനിറ്റി ഇല്ലാണ്ടായി മാറുകയാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ആക്ട് കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കിന്. പിന്നെ വർഷത്തിൽ 365 ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളാണെന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രേണുസുതി. ബിഗ് ബോസ് ഹൗസിന് പോകുന്നതിന് മുന്നേ വരെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു. അന്നേരം ഒന്നും ഈ പറയുന്ന മിസ്സിങ്ങും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. കിച്ചുവിനെ ആണെങ്കിലും കൊല്ലത്താണ് വെച്ച് താമസിക്കുന്നത്, എന്നിട്ട് സ്വന്തം കുഞ്ഞ് റിതപ്പനെ ആണെങ്കിൽ നാട്ടുകാർ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. അവരെ ഓർത്ത് മിസ്സിംഗ് ആന്ന് പോലും. ആ ഒരു ഫീൽ ചെയ്ത്. അത് ശരി. അപ്പൊ അതിനാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, ഒരു ജോലി കിട്ടിയിട്ട് ലീവ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ദാണ്ട് അടുത്ത ഊക്ക്. ലാലേട്ടാ ഞാൻ പറഞ്ഞ് ബാക്കി ആരെ നിങ്ങൾ എന്ത് വേണേ പറഞ്ഞു, പക്ഷേ രേണുസുദീനെ ഡോണ്ട് ടച്ച്, ദിസ് ഇസ് നോട്ട് ഫെയർ ആൻഡ് ലവ്ലി, ഒട്ടും നല്ലതുമല്ല ഭംഗിയുമല്ല. ഇവിടെ വന്ന ഉടനെ പോണോ? അല്ല പോണെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കാം, ഒരു കുഴപ്പമില്ല, പോണോ? അങ്ങനെ പറയരുതില്ല ലാലേട്ടാ. ഞാൻ പറഞ്ഞു നാളെ കേരളം നിന്ന് കത്തും, ലാലേട്ടനെതിരെ സമരം മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉയരും. ലാലേട്ടാ സൂക്ഷിച്ചോ, ഉള്ള കാര്യം ഞാൻ പറയാം. അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ച് ജയിക്കുക എന്നുള്ളതാണ്, അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഓക്കെ ലാലേട്ടാ. ഇല്ലെങ്കിലേ ലാലേട്ടന് കിട്ടാൻ പോകുന്ന പൊങ്കാല, അതും ചിലവിനോട് ഇപ്പോൾ ടീംസ് ഉണ്ടല്ലോ, നിങ്ങളുടെ രേണുസുതി അക്കേനെ ആരടാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. ലാലേട്ടനോ? ഏത് ലാലേട്ടൻ? ഞങ്ങൾക്ക് രേണുസുതിക്ക് ജയ്യാണ്. രേണുസുതിനെ ഒന്നും തിരുത്താനൊക്കെ കൂടെ ലാലേട്ടനായിട്ടില്ല. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിഞ്ഞോ? മൈ ഗോഡ്, പരഹൃദയജ്ഞാനം എന്ന് പറയാം, അതൊക്കെ അറിയാമല്ലേ? അടുത്ത ഊക്ക്. ഒരു തവണ 2-3 തവണ കിട്ടിയല്ലേ നമ്മുടെ ജിസലിന്, പിന്നെയും ചോദിച്ചു വാങ്ങണം. ബാക്കിയുള്ളവരുടെ എല്ലാ ഹൃദയം മനസ്സിലല്ല, ഞാൻ മനസ്സിലാക്കി ലാലേട്ടാന്ന്. എനിക്കൊന്ന് ചായ വേണം, അത് കിട്ടത്തില്ല. ഞാനിപ്പോ പോയി എടുത്തിട്ട് വരണോ? അല്ല അങ്ങനെയല്ല, രാവിലെ പാല് കിട്ടത്തില്ല, അത് മാത്രം ഒരു പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ നല്ല ചൂടോ പാവോടാ, മേക്കപ്പ് സെറ്റിന്റെ കൂടെ ആണെങ്കിലും ചായയും കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ജിസില് ഭക്ഷണത്തെ പറ്റിയിട്ട് ഭക്ഷണം വേണം എന്ന് പറയുന്നത് കേട്ടു. വളരെ നല്ല കാര്യം തന്നെ. ലിപ്സ്റ്റിക്കും മേക്കപ്പ് സെറ്റും മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഉള്ളിലോട്ട് വയറ്റിലോട്ട് എന്തെങ്കിലുമൊക്കെ പോകണം എന്നുള്ളൊരു വിചാരം വന്നല്ലോ, വളരെ നല്ല കാര്യം. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ബിഗ് ബോസ് മുതൽ ഞങ്ങളൊരു പശുവിനെ കൂടെ വാങ്ങിച്ചു തരാം.
അപ്പോൾ രാവിലെ പോയി കറന്ന് കുടിക്കാം. ഓക്കെ, അച്ചൂടാ സാരമില്ലടാ പോട്ര, അങ്ങോട്ട് മാറി ഇരുന്ന് നൈസായിട്ടിരുന്ന് മോങ്ങ്, ഇല്ലെങ്കിൽ ബാത്റൂമിനകത്ത് കയറി മൈക്ക് ഊരി വെച്ചിട്ടിരുന്ന് മോങ്ങ്, ആ വിഷമം അങ്ങ് തീരട്ടെ. കഷ്ടമുണ്ടേ. താഴ്ച വരുമ്പോൾ ഞാൻ ഈ കുഞ്ഞിൻ്റെ കുറച്ചുകൂടെ വലുത്, വലുത്, അതായത് സൈസ് 8 അല്ലേ? അല്ല, UK 9 27.5 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ അടുത്ത ആഴ്ച വരുമ്പോൾ ലാലേട്ടൻ ആ ചെരുപ്പിന്റെ മറ്റേ പെയറും കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നെവിനാണെങ്കിൽ സൈസ് UK 27 25.7 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കയറിപ്പോ. അപ്പം ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയാണ് സൈസ് എന്നൊക്കെ കണ്ടുപിടിക്കൂ. എൻ്റെ പൊന്നിൽ ലാലേട്ടാ, മഴവില്ലഴകിൽ നിറഞ്ഞു നിൽക്കാണ് ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അളവെടുത്ത് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കങ്ങ് പോയാൽ മതി. ഇതൊക്കെ കാണേണ്ടുന്നത് ഞങ്ങളാണ്. അതൊക്കെ ലാലേട്ടനൊന്ന് ആലോചിക്കാം. എന്തായാലും ഇവന് നമ്മൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവന് നിങ്ങളൊരു പേരിടണം. അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഇത് ലാലേട്ടനാണെങ്കിൽ പോകുന്നവരാണെങ്കിൽ ഹൗസിനകത്തോട്ട് കയറ്റി വിടാനൊക്കെ ഉണ്ട്. ഈ റോബോ ഡോഗിനെയാണ് അകത്തോട്ട് വിടാൻ പോകുന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. എവിടോട്ട് വേണമെങ്കിലും കയറി പോകാം, ഇറങ്ങി വരാം, എന്തും ചെയ്യാമെന്നൊക്കെയുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോബോ ഡോഗാണ്. അപ്പം ഇതിനൊരു പേരിടണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊരു പേര് പറയുകയാണെങ്കിൽ, ബിഗ് ബോസിന് നമ്മൾ വലിയ മുതലാളി എന്ന് പറയുമെങ്കിൽ ഇവനാണെങ്കിൽ എല്ലാ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവനെന്നാ പിന്നെ കൊച്ചു മുതലാളി ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചു മുതലാളി എന്നുള്ളൊരു പേരാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു പേര് നിങ്ങൾ നടക്കാം ദിവസം പറയാം. ഈ ചാനൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ്, ഇത് ശരിയാകുമോ, എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ്, എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ചേച്ചി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പ്ലീസ് കാണണം. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അനുമോള് വന്നിട്ട് ഇതെന്തോ ഈ കിടന്ന് ഒറ്റയ്ക്ക് നീ കാണിച്ചോണ്ടിരിക്കുന്നേ. കാര്യം ഇതൊക്കെ ഭയങ്കരമായിട്ട്, പിന്നെ രേണുസുതിക്ക് വേറെ വഴിയൊന്നുമില്ല. കാര്യം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാര്യം പുറത്ത് നിന്നിട്ട് അവർ നല്ല ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, തള്ളി കയറ്റി അങ്ങ് വിടുകയാണ്. ഇവരുടെ സഹോദരിയാണെങ്കിൽ നിന്നിട്ട് ഇവരുടെ ചാനലിലായിട്ട് നിന്നിട്ട്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് വയ്യ, അച്ഛനെ കണ്ടല്ലോ നിങ്ങൾ, ഇപ്പം രേണുസുതിക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം, പാവമാണ്, വിധവയാണ്, പറയുന്ന സിംഗിൾ മദറാണ്, വോട്ട് ചെയ്യണം ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് മെഴുകുന്നുണ്ട്. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചാൽ, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ആൾക്കാരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഈ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യും. അതല്ല, നിങ്ങൾ ചെയ്യുന്ന ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെ ചെയ്ത പോലത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നിങ്ങളുടെ കുറച്ച് ചിലവിന് കൊടുപ്പ് ടീംസും PR ടീമും അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നല്ലത് കണ്ടാൽ നല്ലതെന്നും തെറ്റ് കണ്ടാൽ തെറ്റെന്നും പറയാനെ കൊണ്ട് പൂർണ്ണ മനസ്സുള്ള ആൾക്കാരാണ് നമ്മളെല്ലാ മലയാളികളും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അവിടെ വിധവാ കാർഡും ഈ കാർഡൊന്നും എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വമല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. അതെ, മനഃപൂർവ്വമല്ല, അറിഞ്ഞോണ്ടല്ലേ. ഒരു 10 ഏത്ത വിട്ടോട്ടെ, എനിക്ക് സമാധാനത്തിൽ 2. ഇത് ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ട് ചെയ്യുമല്ലോ കേട്ടോ, തന്നിഷ്ടത്തിന് ചെയ്യുന്നതാണ്. എന്നാൽ പിന്നെ ബിഗ് ബോസ് ഹൗസിന് ചുറ്റും കിടന്ന് ചൈന പ്രദേശം കൂടെ ചെയ്യാത്തത് എന്ത് എന്നാണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ് ഇന്നത്തെ ഈ ഒരു ദിവസം നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി.